അഫ്ഗാനിസ്ഥാനിൽ കൂറ്റൻ കനാൽ പണിയുകയാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നിർമ്മിതിയാണ് അഫ്ഗാനിൽ നടക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 5718 കോടി രൂപയുടെ കൂറ്റൻ കനാൽ നിർമ്മിതി ആരംഭിച്ചിരിക്കുന്നു എന്നും 6000-ഓളം തൊഴിലാളികളാണ് ഈ മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ആമു ദരിയ നദിയുടെ 20% വെള്ളമെടുത്തുകൊണ്ട് വടക്കൻ അഫ്ഗാനിലെ മരുഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർക്കാർ ഇത് ലക്ഷ്യമാക്കുന്നത്. 5 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി യോഗ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേഖലയിൽ, അതായത് ഈ അഫ്ഗാനിസ്ഥാൻ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് സർവ്വ മേഖലയിലും നിർമ്മിതി പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഫ്ഗാനിൽ കൂറ്റൻ കനാൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കോശപ്പ കനാലിൽ നിന്നാണ് 115 മീറ്റർ വീതിയുള്ള ഈ സംവിധാനത്തെ അവർ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത് അഫ്ഗാനിസ്ഥാൻ്റെ വടക്ക് ഭാഗത്ത് ഏകദേശം 400 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കോശപ്പ കനാൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിലവിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുന്നോട്ട് വെക്കപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന് രാജ്യത്തെ സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തുക, സാമ്പത്തിക സംവിധാനങ്ങൾ കണ്ടെത്തുക, ലോകരാജ്യങ്ങളെ ഏകോപിപ്പിക്കുക, തങ്ങളുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള രാജ്യങ്ങളോട് ഈ സാമ്പത്തികമായിരിക്കുന്ന സഹായമോ മറ്റോ ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മിതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത്. അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ട കാലങ്ങളിലെല്ലാം യുദ്ധവും കെടുതിയും ദുരന്തവും വിഷയങ്ങളും പ്രശ്നങ്ങളുമായിട്ടുള്ള കഥകൾ മാത്രമാണ് പറയാനുള്ളത്. അവിടുന്ന് എല്ലാ കാലത്തും വെടിവെപ്പിൻ്റെയും നീരസത്തിൻ്റെയും നാടുവിടുന്നതിൻ്റെയും കൊടിയ ദുരന്തത്തിൻ്റെയും കഥകൾക്കപ്പുറമായ രീതിയിൽ പ്രത്യേകിച്ചൊന്നും ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ഥിതിക്ക് മാറ്റം വരികയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ താലിബാൻ്റെ ഭരണം മുൻപുണ്ടായിരുന്ന കാലത്ത് അവരെല്ലാവരും അൽ-ഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാവുകയും അമേരിക്കയെ ശത്രുവായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു യുദ്ധ സംവിധാനങ്ങളും തയ്യാറെടുപ്പുകളും മാത്രമാണ് നടത്തിയത്. അതോടുകൂടി രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയും സാമൂഹ്യ പശ്ചാത്തലവും ഏറെക്കുറെ തകർന്ന് തരിപ്പണമായ സ്ഥിതിയാണ്. പിന്നീട് അൽ-ഖ്വയ്ദയൊക്കെ അട്ടിമറിച്ചു. പുതിയ ഭരണ സംവിധാനം താലിബാൻ്റെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഹമീദ് കർസായിയുടെ ഒരു പുതിയ ഭരണ സംവിധാനം അവിടെ നിലവിൽ വന്നു. അത് അൽ-ഖ്വയ്ദ അമേരിക്കയിൽ വൈമാനിക ഭീകരാക്രമണം നടത്തിയതിന് ശേഷം താലിബാൻ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ സർക്കാരിൻ്റെ അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട രീതിയാണ്. അപ്പോൾ ഹമീദ് കർസായിയുടെ ഭരണം വന്നതുകൊണ്ട് രാജ്യത്തിന് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പുരോഗമനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനൊന്നും അയാൾക്ക് സാധിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ താലിബാൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിരോധ സംവിധാനം രാജ്യത്തിൻ്റെ ഏതെങ്കിലും മേഖലയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അന്ന് തന്നെ അവർ അനുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. 15 വർഷത്തോളം ഏകദേശം ഹമീദ് കർസായി ഭരിച്ചു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഭരണം നടത്തിയത്. ആ ഭരണത്തിലാണ് താലിബാൻ വീണ്ടും രണ്ടാമത് തിരിച്ചുവരവ് നടത്തി ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറിയത്. അതോടുകൂടി അഫ്ഗാനിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം താലിബാൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അത് ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ രാജ്യപുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, എല്ലാ രാജ്യങ്ങളും സഹകരണ മനോഭാവത്തോടു കൂടി നിൽക്കുക. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്തെ താലിബാൻ എന്ന് പറയുന്ന സർക്കാർ ആദ്യമായിട്ട് അംഗീകരിച്ചത് ചൈനയാണ്. ചൈനക്ക് അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ അഫ്ഗാനിൽ നിന്ന് തിരിച്ചുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പിന്നീട് ഓരോരോ രാജ്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് അംഗീകരിക്കപ്പെട്ടു. അവിടെ രാജ്യപുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങി. യുദ്ധവും കെടുതിയും അതിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏറെക്കുറെ അവിടെ മൂലക്ക് വെച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു കനാൽ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ക്വേഷ് ടേപ്പ കനാൽ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനത്തെ ഒരു കനാൽ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് തീരുമാനിച്ചത്. രാജ്യത്തിൻ്റെ വലിയ പുരോഗതിയും കാര്യങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കനാൽ വ്യവസ്ഥ എന്നാണ് പറയുന്നത്.
അതോടൊപ്പം തന്നെ പിന്നെ രണ്ടാം ഘട്ടം പറയുന്നത് കാബൂൾ ന്യൂ സിറ്റി ആക്കിയിട്ട്, കാബൂളിൽ നിന്ന് ന്യൂ സിറ്റി ആയിട്ട് പുനർനാമകരണം ചെയ്തുകൊണ്ട് വലിയ പുരോഗതി ആ മേഖലയിൽ ഉണ്ടാക്കും. 200 വർഷം പഴക്കമുണ്ട് കാബൂൾ എന്ന് പറയുന്ന നഗരത്തിന്. ആ നഗരത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാബൂൾ ന്യൂ സിറ്റി എന്ന തരത്തിൽ നാമകരണം ചെയ്തുകൊണ്ട് പുനർനിർമ്മിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇന്നത്തെ കാബൂളിനേക്കാൾ 1.5 ഇരട്ടി വലിപ്പം വരുന്ന രീതിയിലാണ് പുതിയ കാബൂൾ ന്യൂ സിറ്റി സൃഷ്ടിക്കുന്നത്. 222 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ഇതിന് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. 1 മുതൽ 3 മില്യൺ ആളുകൾക്ക് വീട് പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ പറയപ്പെട്ട ന്യൂ സിറ്റിയുടെ, കാബൂൾ ന്യൂ സിറ്റിയുടെ പ്രൊജക്റ്റിൽ പ്രത്യേകമായ രീതിയിൽ എഴുതി ചേർക്കപ്പെട്ടതാണ്. ഗോൾഡൻ സിറ്റി നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് പറയുന്നു. ബിസിനസ്, അഗ്രികൾച്ചർ, എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ തുടങ്ങിയിരിക്കുന്ന സർവ്വ മേഖലയും ഇവിടെ സുതാര്യമായി ലഭ്യമാകുന്ന തരത്തിലാണ് ലോകാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു വിസ്മയം സൃഷ്ടിക്കുകയാണ് ഉദ്ദേശം എന്നുകൂടി ഇതിൻ്റെ കൂടെ പറയുന്നു. ചൈനയും പാകിസ്ഥാനും സാമ്പത്തിക ഇടനായി തുറക്കുന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും നല്ല സഹകരണ ബന്ധത്തോടു കൂടി നീങ്ങണമെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വല്ലാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുകയാണ്. അതുകൊണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ അവർ ആലോചിക്കുന്നത് എന്നുള്ള $60 മില്യൺ വ്യാപാരം ചൈനയുമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് അവരുടെ പാത വലിയ ഉപകരിക്കുക, ഇടനായി വലിയ ഉപകാരം ചെയ്യുമെന്നുള്ളതാണ്. അതായത് അഫ്ഗാൻ ചൈന ഇടനായിയാണ് പറയുന്നത്. പിന്നെ റെയിൽ പാതയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രൊജക്റ്റ് അതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 533 കിലോമീറ്റർ നീളമുള്ള ഈ പ്രൊജക്റ്റാണ്. ഇത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ഭാഗം വരുന്നത് ട്രാൻസ് അഫ്ഗാൻ റെയിൽവേ പദ്ധതി എന്നാണ് ഇതിന് പറയുന്നത്. $4.8 ബില്യൺ, അതായത് ഇവിടുത്തെ 4000 കോടി രൂപയുടെ വലിയ രീതിയിലുള്ള വികസന സംവിധാനമാണ്. സത്യത്തിൽ ഇതെല്ലാം അമേരിക്കക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായിരിക്കുന്ന വിഷയം. കാര്യം സാമ്പത്തികമായ രീതിയിൽ തകരുന്ന സമയത്ത് മാത്രമേ അമേരിക്കക്ക് അഫ്ഗാനിൽ പ്രത്യേകിച്ച് റോളുള്ളൂ, അല്ലെങ്കിൽ ഒരു സഹായം തേടുകയുള്ളൂ. സാമ്പത്തിക സഹായങ്ങൾ, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമേരിക്ക അഫ്ഗാനെ സഹായിക്കണമെങ്കിൽ എന്ത് വേണം, അവരുടെ ഈ സാമ്പത്തിക തകർച്ച ഉണ്ടാവണം. അതില്ലാത്ത രീതി വലിയ പുരോഗമനപരമായിരിക്കുന്ന രീതിയിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ വലിയ പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും മാറ്റങ്ങളും, അതായത് അഫ്ഗാനിസ്ഥാൻ അടിമുടി മാറാൻ വേണ്ടി പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ സ്ത്രീകളൊക്കെ വലിയ പിന്നോക്കാവസ്ഥയിലാണ്. ആ പിന്നോക്കം പരിഹരിക്കണം എന്നുള്ളിടത്തേക്ക് താലിബാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു മാറ്റം തന്നെയാണ്. വലിയ സംവിധാനത്തോട് കൂടിയിട്ടൊക്കെ വിദ്യാഭ്യാസത്തിലൊരു പൊളിച്ചെഴുത്ത് ഉണ്ടാകുക എന്നതാണ്. അതുപോലെ അഫ്ഗാൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പുതിയ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുക, വിദ്യാഭ്യാസ മേഖല സ്ഥാപിക്കുക, കറണ്ട് വൈദ്യുതി റോഡ് ഇല്ലാത്ത മേഖലയിലേക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം, തരിശായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കുന്ന രീതിയിലുള്ള സംവിധാനം, ആൾപ്പാർപ്പില്ലാത്ത ഏരിയകളിലൊക്കെ പുതിയ നഗരങ്ങൾ സൃഷ്ടിക്കാനുള്ള സംവിധാനം, അങ്ങനെ ലോകോത്തര പ്രൊജക്റ്റ് സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അഫ്ഗാനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിന് ചൈന അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പിന്തുണ നൽകുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാൻ്റെ മന്ത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചാ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി, സഹകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറായിട്ടുണ്ട് എന്ന ഒരു പ്രത്യേകത ഇപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനും തമ്മിൽ നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ സഹകരണവും അവർക്കുണ്ട്. ഇന്ത്യയും ചൈനയുമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല ബന്ധത്തിലാണ് നീങ്ങുന്നത്. അത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ഉണ്ടാകുന്ന കാര്യമാണ്. കാര്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ 2 രാജ്യങ്ങളാണ്, ഒന്ന് ചൈനയും രണ്ടാമത്തത് ഇന്ത്യയും എന്ന് പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യ 1-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല സാമ്പത്തിക രംഗത്തും ആയുധ രംഗത്തുമൊക്കെ ഈ രണ്ടും ലോകത്തിലെ വലിയ ശക്തിയാണ്. ഇന്ത്യയും ചൈനയൊക്കെ വലിയ ശക്തിയുള്ള രാജ്യമാണ്. അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക, അവരുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് ഭാവിയിൽ അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്. ഇറാന് വേണ്ടിയിട്ട് ഒരു തുറമുഖം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളൊന്നായിട്ട് ഇറാൻ അറിയപ്പെടുന്ന കാലത്ത് പോലും ഇറാൻ ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട്.
അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അത്